ശ്രീ നിർമ്മൽ എബ്രഹാം കൂടി നമ്മോടൊപ്പം ചേരുന്നുണ്ട്. ശ്രീ നിർമ്മൽ എബ്രഹാം, അല്പം ഇന്നലെയാണ്, അതായത് ഈ നെതന്യാഹുവിൻ്റെ ഒരു വീഡിയോ സന്ദേശം പുറത്തു വന്നിരുന്നു. അതിൽ അദ്ദേഹം പറയുന്നത് ഇസ്രായേലിൻ്റെ യുദ്ധം ലെബനീസ് ജനതയോടല്ല ഹിസ്ബുള്ളയോടാണ് എന്ന് അദ്ദേഹം ആവർത്തിച്ച് പറയുകയാണ്. അതായത് ഏറെക്കാലമായി നിങ്ങളെല്ലാം ഹിസ്ബുള്ള മനുഷ്യ കവചങ്ങളായി ഉപയോഗിക്കുന്നു. നിങ്ങളുടെ സ്വീകരണ മുറികളിൽ റോക്കറ്റുകളും ഗ്യാരേജുകളും മിസൈലുകളും ഒളിപ്പിക്കുന്നു. ഈ റോക്കറ്റുകളും മിസൈലുകളും മറ്റും ഞങ്ങളുടെ നഗരങ്ങളുടെയും ഞങ്ങളുടെ നഗരങ്ങളെയും ഞങ്ങളുടെ ജനതയും ലക്ഷ്യമിട്ടാണ് വരുന്നത്. അതുകൊണ്ട് ഞങ്ങൾക്ക് ആയുധമെടുത്തേ മതിയാവും. അതായത് പേജർ ആക്രമണത്തിൽ ഇനി ഹിസ്ബുള്ളയുമായി ബന്ധപ്പെട്ട് നടത്തിയ പേജർ ആക്രമണങ്ങളിൽ സാധാരണക്കാരെ ഒരുപാട് ആളുകൾ കൊല്ലപ്പെട്ടത് തന്നെ അവിടുത്തെ ജനങ്ങൾക്കിടയിൽ ആശയക്കുഴപ്പം ഉണ്ടാക്കിയിട്ടുണ്ട്. അതിനൊപ്പമാണ് ഇങ്ങനെ ഒരു ടാക്ട്ഫുൾ മൂവിലൂടെ നെതന്യാഹു ചില കാര്യങ്ങൾ ലെബനൻ ജനതയ്ക്ക് നൽകാൻ ഉദ്ദേശിക്കുന്നത്. അതിന്റെ പരിണിത ഫലം എന്തായിരിക്കും? ഹിസ്ബുള്ളയ്ക്കുള്ള ലെബനിലുള്ള പിന്തുണയുണ്ടല്ലോ, കുറച്ചു നാളായി സംരക്ഷണമുണ്ടല്ലോ, അതിനൊക്കെ ഒരു പുറകോട്ട് പോക്ക് ഉണ്ടായിട്ടുണ്ടോ ഇത്തരം സംഭവങ്ങൾ ആവർത്തിക്കുമ്പോൾ? ഹെസ്ബുള്ളയ്ക്ക് 100% പിന്തുണ ഇല്ല എന്നുള്ളതാണ് വാസ്തവം. കാരണം ലെബനോണിലെ കാര്യം എടുത്തു നോക്കി കഴിഞ്ഞാൽ അവരുടെ 2000-ലും 2006-ലും നടന്ന വാറിന് ശേഷം അവർ ഒരു തരത്തിലും റിക്കവർ ചെയ്യാൻ സാധിച്ചില്ല. പ്രത്യേകിച്ച് 2006-ലെ വലിയ വാറിന് ശേഷം ഏകദേശം $280 കോടി നാശനഷ്ടമാണ് അവിടെ സംഭവിച്ചത്. ആൾക്കാർ മരിച്ചത് വേറെ. അതിന്റെ പുറകെ അവർക്ക് ഇഷ്യൂസ് ഉണ്ടായിട്ടുണ്ട്. ഗവൺമെന്റ് കൊളാപ്സ് ചെയ്തതും COVID-19 വന്നതും അത് കഴിഞ്ഞ് ബെയ്റൂട്ടിലെ എക്സ്പ്ലോഷൻ നമുക്കെല്ലാം ഓർമ്മയുണ്ട്. അത് കഴിഞ്ഞത് ഇപ്പൊ ഇതും. അപ്പൊ ഇതെല്ലാം കൂടെ ആകുമ്പോഴത്തേക്ക് അവിടെ എക്കണോമിക്കലി വളരെ വളരെ വീക്ക് ആയിട്ട് വന്നുകൊണ്ടിരിക്കുകയാണ്. പൊളിറ്റിക്കൽ ഇൻസ്റ്റെബിലിറ്റി വേറെ വശത്തുണ്ട്. കൂടാതെ റെഫ്യൂജി ക്രൈസിസും ഉണ്ട്. സിറിയയിൽ നിന്നും പലസ്തീനിൽ നിന്നൊക്കെ വരുന്ന ആളുകൾ അവിടെ കുമിഞ്ഞു കൂടുമ്പോൾ ഒരു കാര്യം ഓർക്കണം, ലെബനീസ് ആളുകൾ അവിടെ 80% പോവർട്ടി ലൈനിൽ താഴെയുള്ളവരാണ്. അവരുടെ കൂടെയാണ് ഇവരെയും കൂടെ അവർ അക്കോമഡേറ്റ് ചെയ്ത് നോക്കണം. സോ ഇതെല്ലാം കൊണ്ട് തന്നെ അവിടെ പലരും ഫ്രസ്ട്രേറ്റഡ് ആണ്. പക്ഷെ തുറന്ന് സംസാരിക്കാൻ പറ്റാത്തൊരു സിറ്റുവേഷൻ ആണ് പലർക്കും. ഈ കേസിൽ ഹെസ്ബുള്ള എസ്കലേഷന് പോയി കഴിഞ്ഞാൽ ലെബനോണിനെ എന്നേക്കുമായിട്ട് ഡാമേജ് ചെയ്യും. അതുകൊണ്ട് ഒരു എസ്കലേഷനിലേക്ക് പോകും എന്ന് ആഗ്രഹിക്കുന്നില്ല. പോകുന്നുണ്ടെങ്കിൽ അവർ ലെബനോണിലെ ആളുകളോട് യാതൊരു ആത്മാർത്ഥതയും കാണിക്കില്ല, അല്ലെ കാണിക്കുന്നവരല്ല എന്ന് തന്നെ പറയേണ്ടി വരും. രണ്ടാമത്തെ കാര്യം, ഹെസ്ബുള്ളയ്ക്ക് പോകാമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഡെഫിനറ്റ്ലി പോകാം. കാരണം ഹമാസിനേക്കാളും വലുതാണ്, ഇൻഫാക്ട് ലെബനീസ് മിലിറ്ററിയെക്കാളും തന്നെ വലുതാണ് ഹെസ്ബുള്ളയുടെ പവർ എന്ന് തന്നെ പറയാൻ പറ്റും. കാരണം വെച്ച് കഴിഞ്ഞാൽ അവർ ഏകദേശം 1 ലക്ഷത്തോളം ട്രെയിൻ ഫൈറ്റേഴ്സ് ഉണ്ട്. നേരത്തെ സൂചിപ്പിച്ച പോലെ അവരുടെ ആംസും അമ്യൂണിഷൻസും വെപ്പൺട്രിയും ഒക്കെ വളരെ വലുതാണ്, പല രാജ്യങ്ങളോടും കിടപിടിക്കുന്ന രീതിയിലുള്ളതാണ്. അതുകൊണ്ട് തീർച്ചയായിട്ടും അവർക്ക് ഹമാസിനെ നേരിടുന്നതിനേക്കാൾ ബുദ്ധിമുട്ടായിരിക്കും ഇസ്രായേലിനെ ഹെസ്ബുള്ളയെ നേരിടുന്നത്. പക്ഷെ അതൊക്കെ പറഞ്ഞാൽ ഇപ്പോഴത്തെ ഒരു സിറ്റുവേഷനിൽ ലെബനോണിന്റെ എക്കണോമിക്, സോഷ്യോ പൊളിറ്റിക്കൽ, അതോടൊപ്പം തന്നെ ഈ റെഫ്യൂജി ക്രൈസിസ് എല്ലാം നിലനിൽക്കെ അങ്ങനെ ഒരു എസ്കലേഷന് ഹിസ്ബുള്ള പോയി കഴിഞ്ഞാൽ ലെബനനെ അത് നല്ല രീതിയിൽ നാശനഷ്ടത്തിലോട്ട് നയിക്കും. അതുകൊണ്ട് എസ്കലേഷനിൽ പോകുമെന്ന് എനിക്ക് തോന്നുന്നില്ല. രണ്ടാമത്, അമേരിക്ക ഇതിൽ എന്ത് രീതിയിൽ ഇടപെടും? അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം ഇപ്പൊ ഒരു ട്രിക്കി സിറ്റുവേഷനാണ്. ഏതാണ്ട് 5 ആഴ്ച കഴിഞ്ഞാൽ കൃത്യം പറഞ്ഞ ഇലക്ഷൻ നടക്കാൻ പോവാണ്. ഈ ഒന്നര വർഷമായിട്ട് ജോ ബൈഡൻ, അല്ലെങ്കിൽ 1 വർഷമായിട്ട് ജോ ബൈഡൻ യാതൊന്നും ഇതിനിടയിൽ ചെയ്യാൻ സാധിച്ചിട്ടില്ല. ഒരു സീസ് ഫയർ കൊണ്ടുവരാൻ സാധിച്ചിട്ടില്ല. ഒരുപാട് ഡിസ്കഷൻസ് ഒക്കെ കൊണ്ടുവരുന്ന പറഞ്ഞാൽ ഒന്നും തന്നെ സാധിച്ചിട്ടില്ല. അതുകൊണ്ട് ഇപ്പോൾ അമേരിക്ക ഒരു എക്സ്ട്രീം ആയിട്ട് ഇടപെടലിന് തയ്യാറാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇസ്രായേലിനോട് നിർത്താനോ അല്ലെങ്കിൽ ഒരു റെഡ് ലൈൻ വരച്ച് അതിനപ്പുറം പോകരുതെന്ന് പറയാനോ അവർ തയ്യാറാവുമെന്നും എനിക്ക് തോന്നുന്നില്ല.